ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ നന്ദുവിനൊക്കെയുള്ള പുതിയ ട്രെയിനർ വരുന്നുണ്ട്. അദ്ദേഹം മേലുദ്യോഗസ്ഥൻ്റെ അടുത്ത് വരുന്നത് താൻ വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നല്ലൊരു ബാച്ചായിരുന്നു ഈ പ്രാവശ്യത്തെ നമുക്ക് കിട്ടിയത്, അതിനെ കുളവാക്കി വെച്ചിട്ടുണ്ട് ആ മധുസൂദനൻ, അതുകൊണ്ട് താൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്ന് പറയുമ്പോൾ, സാർ എന്നെ വിളിച്ചായിരുന്നു, ഒരു ട്രെയിനറിനെ പറ്റി മാത്രം കുറച്ച് കുറ്റങ്ങളൊക്കെ എന്നോട് പറഞ്ഞു എന്നിങ്ങനെ പറയുക. നേരെ ആ മേലുദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അയാൾക്ക് ഭ്രാന്താണ്, അയാൾ പറഞ്ഞത് ആ നന്ദുവിനെ പറ്റിയല്ലേ, ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മുതൽക്കൂട്ടാവുന്ന രീതിയിൽ നല്ല ഫിറ്റ്നസ് ഉള്ള നല്ലൊരു ധൈര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മനസ്സും കെടുത്തി കളയുന്ന രീതിയിലാണ് അയാൾ പെരുമാറിയത്. അത് എന്തിനാണ് എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് താൻ അയാളുടെ പാതയിൽ ഒന്നും പോകണ്ട എന്ന് പറയും. അന്നേരം പുതിയ ട്രെയിനർ, അയാളുടെ പേരാണ് ബിനോയ് ജോൺ, അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ നല്ല പെൺകുട്ടികളെ, നല്ല കഴിവുള്ള പെൺകുട്ടികളെയാണ് ഉദ്യോഗസ്ഥരായിട്ട് വേണ്ടത്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ നന്ദുവിനെ കുറിച്ചുള്ള പരാതി ജെന്യൂൻ ആണോ എന്നറിയാൻ വേണ്ടി ഓരോ ട്രെയിനീസിനെയും മാറ്റി നിർത്തി സംസാരിച്ചു. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് 90% ട്രെയിനീസും നന്ദുവിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് താൻ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയിട്ട് താൻ സത്യാവസ്ഥ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അന്നേരം എങ്കിൽ നല്ല മനസ്സോടുകൂടി ചാർജ് എടുത്തു എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവും മഹേഷും കൂടി ഇങ്ങനെ ചെറിയൊരു ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിങ് ക്യാമ്പിൽ. അന്നേരമാണ് അങ്ങോട്ടേക്ക് ബിനോയ് ചെല്ലുന്നത്. അന്നേരം നിർത്ത എന്നിങ്ങനെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനാണ് നിങ്ങളുടെ പുതിയ ട്രെയിനർ എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദുവിനോട് പേരെന്താണെന്നിങ്ങനെ ചോദിക്കുമ്പോൾ നന്ദന എന്നാണെന്ന് പറയും. ഓ, താനാണോ നന്ദന, താൻ വന്നേ തന്നോടൊന്ന് സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവും. അന്നേരം തുഷാര ചോദിക്കുന്നുണ്ട്, മഹേഷിനോടൊക്കെ ഇനിയിപ്പോൾ മറ്റേയാളെ പോലെ തന്നെ ആയിരിക്കുമോ ഇയാളെന്ന് ചോദിക്കും. അന്നേരം മഹേഷ് പോകുന്നതിന് മുമ്പ് മധുസൂദനൻ പാര വെച്ചിട്ടാണ് പോയതെന്ന് അറിയില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും മാറ്റി നിർത്തി സംസാരിക്കുന്നു. അന്നേരം അങ്ങേര് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഇവിടുത്തെ പ്രശ്നമെന്ന്. അന്നേരം നന്ദു പറയും, എനിക്കറിയത്തില്ല, ഞാൻ വന്ന ദിവസം തൊട്ട് മധുസാറ് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, എന്തോ മുൻ വൈരാഗ്യം ഉള്ളതുപോലെയാണ് പെരുമാറിയത്. അതൊന്നും എനിക്ക് അതിനുള്ള കാരണം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് അതിനുള്ള കാരണം എനിക്ക് മനസ്സിലായി, തെളിവ് സഹിതം ഞാനത് അറിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, എന്തായിരുന്നു കാരണമെന്ന്. നേരെ പറയുന്നുണ്ട്, അതൊരു കുടുംബ പ്രശ്നമാണ്, ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് മധുസാറിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്ന് പറയുക. അന്നേരം ബിനോയ് സാർ ചോദിക്കുന്നുണ്ട്, താൻ അനന്തപുരിയിലെ ബന്ധുവാണോ എന്ന്. അതേ എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ജോലിയുടെ ആവശ്യമില്ലല്ലോ, ഇതിനോടുള്ള പാഷൻ കൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി തിരഞ്ഞെടുത്തത്, അല്ലാതെ ജീവിക്കാൻ മാർഗ്ഗമുള്ളവരാണല്ലോ നിങ്ങൾ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ജീവിക്കണമെങ്കിൽ ജോലി വേണം, എൻ്റെ പേരൻസ് ഒന്നും അത്ര പൈസയുള്ളവരൊന്നും അല്ല, എൻ്റെ ചേച്ചിമാരെ അനന്തപുരിയിലേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണ് എന്നിങ്ങനെ പറയും. അന്നേരം ബിനോയ് പറയും, അതെന്തെങ്കിലും ആവട്ടെ, ഏതായാലും താൻ ട്രെയിനിങ് തുടർന്നു, ഞാനിവിടെ ആരെയും പക്ഷഭേദം ഒന്നും കാണിക്കുകയില്ല, നല്ല രീതിയിൽ ആയിരിക്കും ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ മുകളിലോട്ട് കൊടുത്തോളാം എന്നിങ്ങനെ പറയുന്നു. നല്ല സന്തോഷത്തോടെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ട്രെയിനിങ് ക്യാമ്പിലോട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നീട് നമ്മുടെ അനിയാണ് കാണിക്കുന്നത്. അനി ഈ വിവരങ്ങളെല്ലാം അനി അറിയുന്നുണ്ടല്ലോ. അനിക്ക് ഭയങ്കര സന്തോഷം. അന്നേരം അനി ജയൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, നമ്മുടെ മുത്തശ്ശൻ നല്ല അടിപൊളിയാണല്ലേ എന്ന്. അന്നേരം എന്താണ് നിൻ്റെ മൂത്ത് ഇത്ര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, ഓ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, നിൻ്റെ അച്ഛൻ നിന്നോട് ഇതുവരെ എതിർത്ത് സംസാരിക്കുകയോ നിന്നെ അടിക്കുകയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അത് നീ മേടിച്ചെടുത്തു, അതെന്തിനാണ് എന്ന് എനിക്കറിയാം, നീ എന്തിനാണ് നന്ദുവിൻ്റെ പുറകെ ഇങ്ങനെ പോകുന്നത്, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, നീ ഇപ്പോൾ പറഞ്ഞല്ലോ നിൻ്റെ മുത്തശ്ശൻ അടിപൊളിയാണെന്ന്, ആ രീതിയിൽ നിൻ്റെ ഭാര്യയെ സ്നേഹിച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ നീ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്നെക്കൊണ്ട് അതിനി ഒരിക്കലും സാധിക്കില്ല എന്ന് തോന്നുന്നില്ല, അവൾ ഈ പാർക്കിൽ കണ്ട ചെറുക്കന്മാരുടെ കൂടെയെല്ലാം കറങ്ങി നടക്കുന്നുണ്ട്, എന്നിട്ട് അവളെ നിങ്ങൾക്കൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, എൻ്റെ ഫീലിങ്സ് ആരും കണക്കാക്കുന്നില്ല, പണ്ട് ആദർശേട്ടൻ അതെല്ലാം മനസ്സിലാക്കുമായിരുന്നു, ഇപ്പോൾ ആദർശേട്ടൻ പോലും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയും. അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അങ്ങോട്ട് കയറി ചെല്ലാൻ പോയത്, അതുകൊണ്ടല്ലേ ഇതല്ലേ ഇങ്ങനെ ഒരു പ്രശ്നമായത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അങ്ങനെ ചെന്നതുകൊണ്ടല്ലേ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അല്ലെങ്കിൽ അറിയുമായിരുന്നു എന്ന് ചോദിക്കും. നേരെ ജയൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും കുറേ കഴിയുമ്പോൾ നന്ദു നയനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേനെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് ഇടപെട്ടേനെ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്, നീ എന്തിനാ ഇതിൻ്റെ അകത്ത് പോയി ഇടപെടാൻ പോയത് എന്ന് ചോദിക്കും. അന്നേരം എന്തെങ്കിലും ഞാൻ പോയതിന് ശേഷമല്ലേ കാര്യങ്ങൾ അറിഞ്ഞത്, ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഒരു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ചന്ദമോളുടെ പിറന്നാളായതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ചെല്ലണം എന്ന് നയന ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക എന്ന് പറഞ്ഞ് അനി അങ്ങോട്ട് പോകും. അന്നേരം ചെറിയൊരു ചിരി വരുന്നുണ്ട് കേട്ടോ ജയന്. പക്ഷേ ഈ അനി നന്ദുവിൻ്റെ പുറകെയുള്ള പോക്ക് നിർത്തുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ടെൻഷനും ഉണ്ട്. പിന്നീട് കനകയും ഗോവിന്ദനാണ് കാണിക്കുന്നത്.
അവർ നന്ദുവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി നന്ദുവിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ഓർക്കുമ്പോൾ അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് ദേവയാനി വരും. ദേവയാനി വരുമ്പോഴേക്കും കനകയുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, ദേവയാനി ഇങ്ങോട്ട് തന്നെ പോകുന്നതാണോ അതോ അതിലേ കൂടെ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയതേ ഉള്ളോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണെന്ന് പറയും. എന്നിട്ട് പറയുവാണ്, നിങ്ങൾക്ക് കുറച്ച് നാളായിട്ട് ആദർശിനെ ഇഷ്ടമല്ലല്ലോ, ആദർശിനെ കാണുന്നത് നിങ്ങൾക്ക് വെറുപ്പാണ് എന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെയായിരുന്നു. പക്ഷേ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എനിക്ക് അവനെ വെറുക്കാനായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, അമ്മമാരെല്ലാം എല്ലാം അങ്ങനെ തന്നെയാണ്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ എനിക്കതിന് സാധിക്കില്ല. കാരണം ഇവിടെ എൻ്റെ മകളാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. അവൾക്കുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി അല്ലെങ്കിൽ അവൾക്കുണ്ടാകുന്ന വിഷമത്തെപ്പറ്റി ആരും ചിന്തിക്കാറില്ല. അവൾക്ക് എന്ത് സങ്കടം സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കും. കാരണം അവൾ അത്രത്തോളം ആ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയുവാണ്, ഞാൻ പലതവണ എൻ്റെ മോളോട് പറഞ്ഞതാണ് ഇങ്ങോട്ട് പോരെയെന്ന്. അവൾ ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല എന്ന് പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇനി ആ മോളെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഓർക്കണ്ട. അവൾ അനന്തപുരിയുടെ ഐശ്വര്യമാണ്, എൻ്റെ മോളെ പോലെയാണ്. അവളെ ഞാൻ ഇനി വിട്ടു തരില്ല എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അവളെ ഇഷ്ടമാണ്, അതൊക്കെ ഞങ്ങൾ മനസ്സിലായി. പക്ഷേ ആദർശ് കാണിച്ചത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ആദ്യം ഞാനും അങ്ങനെയാണ് ചിന്തിച്ചത്. പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ വിമർശിക്കാൻ തോന്നിയില്ല. മുത്തശ്ശനെ പോലെ തന്നെ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് ആദർശ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വിവരം അറിഞ്ഞാൽ പിന്നെ ഒറ്റ ദിവസം പോലും കരയാതെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടില്ല. വേറെ ആര് തെറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞാലും ഞങ്ങൾ സഹിച്ചേനെ. അതിപ്പോൾ അബിയാണെങ്കിൽ പോലും. പക്ഷേ സ്വന്തം മകനെ പോലെ ഞങ്ങൾ കരുതി ആദർശ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ വിഷമം ഇതുവരെ മാറിയിട്ടുമില്ല, ഇനി മാറത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് ദേവയാനി കാര്യം എന്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്, അവന് നിങ്ങളിങ്ങനെ വിമർശിക്കുന്നത് അവന് ഭയങ്കര സങ്കടമാണ്. അതുപോലെ അതിലേറെ സങ്കടമാകുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നയനമോൾക്ക്. അതുകൊണ്ട് അവളെ വേദനിപ്പിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ആദർശനോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവനോട് നല്ല രീതിയിൽ പെരുമാറണം. മനസ്സിൽ വെറുപ്പും ദേഷ്യമൊന്നും അവനോട് കാണിക്കരുത്. എനിക്ക് ഇത്രേ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോകും. എന്നിട്ട് വീട്ടിൽ പോയി ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ റൂമിലിരിക്കും കേട്ടോ ദേവയാനി. അന്നേരം ദയന അങ്ങോട്ട് വരും. എന്നിട്ട് അമ്മേ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു, അമ്മ എവിടെയായിരുന്നു, എന്താ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നുമില്ല മോളെ എന്നിങ്ങനെ വിഷമത്തോടെ പറയുക. അന്നേരം എന്താ അമ്മേ മുഖത്തെന്താ ഒരു വിഷമം പോലെ എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് മോളുടെ വീട് വരെ ഒന്ന് പോയിരുന്നു എന്ന് പറയും. അന്നേരം നയന, എന്നിട്ട് എന്താ പറ്റിയേ, അവിടെ അച്ഛനും അമ്മയെ അപമാനിച്ചു വിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്തില്ല. ഏതോ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിലും സത്യം അറിയാത്രത്തോളം കാലം ആദർശനെ അനുകൂലിച്ച് സംസാരിക്കാനൊന്നും പറ്റില്ല. അതേ അവരും ചെയ്തുള്ളൂ എന്ന് പറയുമ്പോൾ നയന പറയുവാണ്, എന്തിനാ അമ്മ അങ്ങോട്ട് പോയത്, സത്യം അറിയാത്രത്തോളം കാലം അവർ ഒരിക്കലും അമ്മയോട് നല്ല രീതിയിലൊന്നും പെരുമാറില്ല എന്നറിയുന്നതല്ലേ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സത്യം അങ്ങനെ തുറന്നു പറയാൻ പറ്റുമോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. അന്നേരത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, അമ്മ സത്യം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത്. അത് ഏതായാലും നന്നായി എന്ന് പറയുവാണ്. എന്നിട്ട് ദേവേനയോട് പറയുവാണ്, എൻ്റെ അച്ഛനെ അമ്മയെ അല്ലേ തന്നെ അമ്മയെ ഒന്ന് കാണണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. അന്നേരമാണ് അമ്മയായിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. എന്നോട് പറയാതെ അമ്മ അങ്ങോട്ട് പോയത് വലിയ തെറ്റായിപ്പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവുക. പിന്നെ നയനമോൾ ചെയ്യുന്നതെല്ലാം ശരിയായതുകൊണ്ടും കുഴപ്പമില്ല. പിന്നീട് നയന ഗോവിന്ദനെയും കനകയും വിളിക്കുകയാണ്. അന്നേരം ഫോൺ എടുക്കുന്നുണ്ട് കനക. എന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ അമ്മായിയമ്മയോട് പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയും, നീ ഫോൺ എടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഇന്ന് ഇങ്ങോട്ട് ആദർശേട്ടൻ്റെ അമ്മ വന്നപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിച്ചത്, അത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു, ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമമാണ് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അതിനവർ നിരപരാധികളാണ്, സത്യം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ എന്തെങ്കിലും ന്യായം പറഞ്ഞു കാണും, അത് കേട്ട് നീ അങ്ങനെ വിശ്വസിച്ച് കാണും, പക്ഷേ ഞങ്ങൾക്കൊക്കെ അത് സാധിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ഒരു കാരണവശാലും എൻ്റെ ഭർത്താവിനെയോ ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനെയോ ഒന്നും പറയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും. ഫോൺ വെച്ച് കഴിയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കും, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെ, അവളുടെ കുടുംബക്കാരെ അവളുടെ ഭർത്താവിനെ അമ്മയും നമ്മൾ വേദനിപ്പിക്കരുത്, അവൾക്കത് വിഷമമാണ് എന്നാണ് വിളിച്ചു പറഞ്ഞത്, ഇനിയിപ്പോൾ നമുക്കത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട്, നമ്മുടെ മോൾക്ക് എന്താ ഇങ്ങനെ പറ്റിപ്പോയത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും അഭിമോന് നേരത്തെ ചീത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം നവ്യമോളെ നല്ല രീതിയിൽ അവൻ സ്നേഹിക്കുന്നുണ്ട്. അന്ന് നമ്മൾ മകനെ പോലെ സ്നേഹിച്ചത് ആദർശനെ ആയിരുന്നു,
ഇപ്പോൾ എനിക്ക് അത്രത്തോളം വെറുപ്പുണ്ട് ആദർശിനോട്. അതുകൊണ്ട് ഇനി ആ വീട്ടിലോട്ട് നമുക്ക് പോകുകയും വേണ്ട എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുക, എനിക്കും അതെ, എൻ്റെ മനസ്സിനും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് നയനയാണ് കാണിക്കുന്നത്. നയന മോളെ ഇങ്ങനെ റെഡിയാക്കിയാണ് കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആണല്ലോ, അതുകൊണ്ട് മോളെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കുന്നു. അന്നേരത്തേക്ക് ആദർശ് അങ്ങോട്ട് വന്നിട്ട്, ആഹാ സുന്ദരിക്കുട്ടി ആയല്ലോ, ഈ ഡ്രസ്സൊക്കെ മോൾക്ക് നന്നായിട്ട് ചേരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇത് മാത്രമല്ല വേറെ ഇഷ്ടംപോലെ ഡ്രസ്സ് എല്ലാവരും മേടിച്ച് തന്നിട്ടുണ്ട് എന്ന് നയന പറയുന്നുണ്ട്. അന്നേരമാണ് ആദർശ് പറയുന്നത്, വേറൊരു സന്തോഷ വാർത്ത കൂടി ഇന്നുണ്ട്. ഇന്ന് നന്ദുവിന് പുതിയ ട്രെയിനർ വന്നു, ഇനി അയാളാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് ഞാൻ അറിഞ്ഞു, ഏതായാലും സന്തോഷമായി എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ഒരാൾക്ക് വേണ്ടി ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അത് നന്ദുവിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ്. ഞങ്ങൾ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ വേണ്ടി ഇന്ന് വരെ ഒരു കാര്യം ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ കൂടെ മുത്തശ്ശൻ ചെയ്തു തന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. നേരെ നയന പറയുവാണ്, ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന മുത്തശ്ശൻ്റെ സ്വഭാവത്തിന് ചേരാത്ത 2 പേരേ ഇവിടെയുള്ളൂ, അത് അബിയും അബിയുടെ അമ്മയാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒരു കുടുംബം ഒരുപാട് കാലം ഒന്നും നിൽക്കില്ല, അത് നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ വരും, അങ്ങനെയുള്ള 2 പേരാണ് അവരെ എന്ന് ആദർശ് വിഷമത്തോടെ പറയുന്നുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോവുകയാണല്ലോ നയനയും മോളും. നയനയാണ് മോളെ ഇങ്ങനെ റെഡിയാക്കി പുറത്തേക്ക് പോരുന്നു. അന്നേരം നവ്യ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട് കേട്ടോ. മോളെ കാണുന്നത് ദേഷ്യം വരുന്ന നവ്യയ്ക്ക്. അന്നേരം പറയും, ഓ ഇന്ന് പിറന്നാളായതുകൊണ്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, മോളോട് ഇത് പുതിയ ഡ്രസ്സാണ് എന്ന്. അന്നേരം നയന പറയും, ഇത് പുതിയ ഡ്രസ്സ്, വേറെ കുറേ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ കണ്ടായിരുന്നു, മാലാക പോലെയുള്ള ഡ്രസ്സൊക്കെ മേടിച്ചത് കണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ ഉണ്ട്, അത് കേക്ക് മുറിക്കുന്ന സമയത്ത് ഇടേണ്ടതാണ് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം നവ്യ മോളോടായിട്ട് പറയാണ്, എന്നാലും നിന്നെ സമ്മതിക്കണം, നിനക്ക് ഇതുപോലൊരു രാജയോഗം കിട്ടിയല്ലോ എന്നിങ്ങനെ. അന്നേരം അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് വരുന്നത്. ജലജ വന്നു കഴിഞ്ഞാൽ അറിയാലോ, ആദർശിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്നേരം ജലജ പറയാണ്, ഇവളുടെ അമ്മ ഏതായാലും നല്ല കുബുദ്ധിയുള്ളവളാണ്, അതുകൊണ്ടാണല്ലോ അനന്തപുരിയിലെ ചെറുക്കനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആദർശനെ എന്നെ കറക്കിയെടുത്തത്. അതുകൊണ്ട് കൊച്ചൊക്കെ ഉണ്ടാകാറായത്തേക്കും അവളുടെ ബുദ്ധി പോയി കാണും, അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് കയറി വരാത്ത, കൊച്ചിനെ കൊണ്ട് ഗൾഫിലോട്ട് പോയത്. അങ്ങനെ കയറി വന്നതായിരുന്നെങ്കിൽ ഇപ്പോൾ നിൻ്റെ സ്ഥാനത്ത് ഇവളുടെ അമ്മയും ഇരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, അത് തന്നെ, അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ നീ കാണുകയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല, നല്ല ദിവസമായിട്ട് തർക്കിക്കാനും ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുക കേട്ടോ. പോയി കഴിയുമ്പോഴേക്കും ജലജ നവ്യയോട് പറയാണ്, വലിയ വില കൂടിയ ഡ്രസ്സുകളാണ് എല്ലാവരും അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, നിന്റെ കൊച്ചിനൊരു കുഞ്ഞുടുപ്പെങ്കിലും ആരെങ്കിലും മേടിച്ച് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെ അങ്ങ് ദേഷ്യവും സങ്കടവും വന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.